അപ്പോൾ ഈ 2026 വേൾഡ് കപ്പ് ഉം. അവസാന സ്റ്റേജിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 മത്സരം ബാക്കിയുള്ളത്. നമ്മൾ പറഞ്ഞു ലോകത്ത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേൾഡ് കപ്പാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തീർന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഉം. ഈ 48 ടീമുകൾ 104 മത്സരം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു വലിയ കാലം പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മളൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും കളിച്ച ഫസ്റ്റ് മാച്ച് നമുക്ക് ഓർമ്മയിലുണ്ട്. അതെ, അത് അതെ. അത്രയും പെട്ടെന്ന് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ മുമ്പൊന്നുമില്ലാത്തൊരു ആരോപണമാണ് ഈ വേൾഡ് കപ്പ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഇപ്പം അത് അത് പൊതുവേ എപ്പോഴും വരവുണ്ട്. ഞാനിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറേയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. 2002 ബ്രസീലിനും ആക്ച്വലി മീഡിയാസിൻ്റെ മൊത്തം ബ്രസീലിന് എഗൻസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെയാണ് ഞാൻ വായിച്ചു പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു പൊതുവേ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ടീമിന് വരുമ്പോൾ എപ്പോഴും ഒരു കൊട്ടുകൊടുക്കൽ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. അല്ല ഈ 48 ടീമിനൊക്കെ സ്ക്രിപ്റ്റ് പഠിപ്പിച്ചാണ്ട് അഭിനയിപ്പിക്കണമെങ്കിലേ അപ്പൊ അതൊക്കെ ആൾക്കാർ ഒരു പൊതുബോധത്തിൽ ചിന്തിച്ചാൽ പോലും ഇതില്ല. പിന്നെ ഫാൻ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ ആരോപണമൊക്കെയാണ് വരുന്നത്. അതെന്താണെന്ന് അറിയുമോ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് ഓരോ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അവസാനം ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറയുന്നത് അത് റിഗ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. അതിന് മേലേക്ക് വേറെ വാദമില്ല. വേറെ ഇല്ല. അതും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് ഈ പറയണ പോലെ സ്ക്രിപ്റ്റ് സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അതത്രേ ഉള്ളൂ. അത് ആ ഒരു മൈൻഡിലെടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രിപ്റ്റ് എന്നുള്ള വാക്കിനെ ഒന്നും കൂടി ദ ഗോഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫൈനൽ നോക്കുക, അതായത് നമ്മൾ ഈ ഫൈനൽ നമ്മൾ ഇതിന് മുമ്പ് പ്രതീക്ഷിച്ച ഒരു മാച്ചാണ്, ഒരു ഫൈനലിസമാണ്. പക്ഷേ പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും ഫൈനലിസ്റ്റ് മാറിപ്പോകുന്നു. എന്നിട്ട് ആ മാച്ച് വരുന്ന ഒരു വേദിയാണ്. അത് ലോക ഫുട്ബോളിൽ 48 ടീമുകളിൽ ആരും വരാൻ സാധ്യതയുള്ള ഒരു ഫൈനൽ. ആ ഫൈനലിലേക്ക് എത്തിപ്പെടുന്നത് ഈ 2 ടീമുകളാണ്. ഈ 2 താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ആദ്യത്തെയും ഒരുപക്ഷെ അവസാനത്തെയും മത്സരമായിരിക്കും. അപ്പോൾ ഒരു ബാർസ ആരാധകൻ എന്ന നിലക്ക് നമുക്ക് മെസ്സിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. ലെമിൻ യമാൽ അടക്കമുള്ള 8 ബാർസ താരങ്ങൾ ഇരിക്കുന്ന സ്പെയിനെയും സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബാർസ ആരാധകൻ ഒരു ഡിലേമേലാണ്. ഇതിൽ ആരെ കൂടെ നിൽക്കണം, ആരെ എതിർക്കണം എന്നുള്ളത്. ഇപ്പോൾ എന്തായിരിക്കും ഒരു ഫാൻ എന്ന നിലക്ക് ഈ ഒരു ടീമിന് ഈ ഒരു മത്സരത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ഞാൻ നേരെ തിരിച്ചാട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ പ്രൗഡ് മൊമെന്റ് വേറെ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാര്യം ഇപ്പോൾ ഞാൻ ഈ ഫൈനൽ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സെമി ഫൈനൽസിന് മുമ്പ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഫ്രാഞ്ചൈസിയുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ ഗോൾ പറഞ്ഞ വേൾഡ് കപ്പും കൂടെയാണ് ഇതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പറയുമ്പോഴും അതൊന്നും ബാഴ്സ ഫാൻസിന് പറയാനായിട്ടില്ല. ആ സമയത്താണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളുണ്ടാവില്ല, പക്ഷെ എന്നാലും ഫൈനലിൽ കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബാഴ്സയുടേതാണെന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. അതിപ്പോൾ ഫ്യൂച്ചർ ബാഴ്സ അവിടെ ഉണ്ട് ആൻഡ് ഫോർ എവർ ബാഴ്സ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അത് കാണാനൊരു രസമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയുടെ പ്ലേയേഴ്സ് അവിടെ ഫൈനലിൽ കളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ പേഴ്സണലി എടുക്കുന്നത് കേട്ടോ. പക്ഷെ അതൊരു രസമാണ് കാണാൻ. ഇപ്പോൾ ഈ ഗോഡ്സ് ഡെസ്റ്റിനി എന്നൊക്കെ പറയില്ല നമ്മൾ. കാരണം നമ്മൾ ആലോചിച്ചു ആ 2007 ആ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് അവിടെ ബാർസയുടെ ഒരു ഫസ്റ്റ് ടീം പ്ലെയർ ആയിരിക്കും ഫോട്ടോഷൂട്ടിൽ ഉണ്ടാവുക. അത് മെസ്സി ആവണം എന്നുള്ളത് ഒരു നിർബന്ധമില്ലായിരുന്നു. അവിടെ വരേണ്ട ഒരു കുട്ടി ആരും ആവായിരുന്നു, പക്ഷെ അത് യമാൽ ആവേണ്ടി വരുന്നു. നമ്മൾ പറയില്ലേ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് ശരിക്കും. അതിന്റെ ആദ്യത്തെ അധ്യായം അതായിരുന്നു, ഒരു അവസാനത്തെ ക്ലൈമാക്സ് എന്നുള്ളതാണ്. ഇപ്പം ഇവർ തമ്മിൽ ഏറ്റുമുട്ടും. നമുക്ക് ഒരിക്കലും ഈ 2 പ്ലേയേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാളുടെ ഒരു ലെഗസി വേറെയാണ്, രണ്ടാളുടെ ലീഗ് വേറെ. ഐ മീൻ 2 ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ എന്നിരുന്നാലും കുറേ സമാനതകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. രണ്ടാളും കളിക്കുന്ന ക്ലബ്ബുകൾ, രണ്ടാളും എങ്ങനെയാണ് ആ ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ ലാമാസിയ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ 2 താരങ്ങൾ, അപ്പം നമ്മൾ ഒരു 19 വയസ്സുള്ള മെസ്സിയെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു 19 വയസ്സുള്ള യമാലുണ്ട്. ഈ 2 19 വയസ്സുകാരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ആരായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ ആരാണ് ശരിക്കും അതിൽ ആ ഒരു 19 വയസ്സിലെ ഒരു ബെറ്റർ എന്ന് ആരെ പറയാൻ പറ്റും നമുക്ക്? അത് ഞാൻ യമാലിനോട്, ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 എനിക്ക് തോന്നുന്നു 18 ആവുന്നതിന് മുമ്പ് മുതൽ ഇത് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ എല്ലാവരും കളിയാക്കിയ കാര്യം എന്താ വെച്ചാൽ അടുത്ത അൻസു ഫാത്തി ആയിരിക്കും യമാൽ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ ടാഗ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയെ കൊണ്ട് പറ്റാത്തതും റൊണാൾഡോയെ കൊണ്ട് പറ്റാത്തതും, ഇപ്പം നമ്മൾ മറ്റ് താരങ്ങളെല്ലാം എടുത്ത് നോക്കിയാലും ചിലപ്പോൾ സീനിയർ കരിയർ ഇപ്പോൾ എവിടെയായിരിക്കും, ക്ലബ്ബിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ നാഷണലിന് വേണ്ടിയിട്ടായിരിക്കും. ഇത് രണ്ടും കൂടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും 18 വയസ്സിൽ ഇത്രയും കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു 18 വയസ്സിൽ? ഞാനതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. നമ്മൾ ഈ യമാലിനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമുക്കിതൊന്നും പറ്റിയില്ല. പിന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ഇന്ത്യയിലല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ആ ചെറുക്കൻ അത്രയും കാണിക്കുന്നുണ്ട് ആൻഡ് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു 19 ഇപ്പോൾ മെസ്സിയെ മാത്രമല്ല കേട്ടോ, ഞാനത് ഏത് പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോഴും യമാൽ കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് വേറൊന്നും തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു 39-ാം വയസ്സിൽ മെസ്സി ഒരു വേൾഡ് കപ്പിൻ്റെ കൂടി ഫൈനലിൽ എത്തണം. അപ്പോൾ അത് 3 വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പ്ലേയേഴ്സിൻ്റെയും സ്വപ്നം. ഒന്ന് കളിക്കുക എന്നുള്ളത് സ്വപ്നം. ആ സമയത്താണ് മെസ്സി 39-ാം വയസ്സിൽ 3ാമത്തെ ഫൈനലിലേക്ക് എത്തുന്നു. എന്തായിരിക്കും
ഒരു ഫൈനലിലൊരു സാധ്യത? മെസ്സി എന്നുള്ള പ്ലെയറിന് എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം? അല്ല, ഞാനതെന്താണെന്ന് അറിയോ, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 കഴിഞ്ഞിട്ട് 22 നമ്മൾ അച്ചീവ് ചെയ്യുന്നു, എല്ലാം കിട്ടി, സന്തോഷം, എല്ലാം നമ്മൾ ഒരു ഫാൻ ബോയ് ഉണ്ടല്ലോ, എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ഈ 2026 വരുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരുന്ന് കാണുന്നു എന്നല്ല, മെസ്സി ഒരു കളിക്കുന്നു, ലാസ്റ്റ് ആ ഒരു ഫെയർവെൽ അതങ്ങനെ മാക്സിമം അടിപൊളിയായിട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ തുടങ്ങിയ ആ സമയം മുതൽ ഈ സമയം വരേക്കും പുള്ളി നമ്മളെ ഇങ്ങനെ ഓരോ മത്സരം കഴിയുമ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാര്യം ഇടയ്ക്ക് എവിടെയോ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് 39 വയസ്സാണെന്ന് ആരെങ്കിലും അയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്ന പോലെയാണ് അജാദി പെർഫോമൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഒരു ഫാൻ ബോയും ഇങ്ങനെ ഒരു ഫെയർവെൽ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പുള്ളി അങ്ങ് മറ്റേ ഇതിൽ അടിച്ചങ്ങ് ആറാടി പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പുള്ളിൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മത്സരം ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടിലെ മത്സരത്തിന് ഫുൾ ടൈം വിസിൽ മുടങ്ങുമ്പോൾ മെസ്സി സെലിബ്രേറ്റ് ചെയ്തൊരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റിലെ കോപ്പ അമേരിക്ക അടിക്കുമ്പോൾ അതേ ഒരു പാഷൻ, അതായത് ഓരോ അച്ചീവ്മെന്റ് നമ്മൾ പറയില്ലേ കിട്ടാവുന്നതൊക്കെ നേടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷേ ഇനിയും അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു പാഷൻ, അതാണ് ആ ഒരു പാഷനാണ് പുള്ളിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ടീമിനെ പറ്റി നമ്മൾ അർജന്റീന ടീമിനെ പറ്റി കൂടി പറയണം. കാരണം അവരെ ഡ്രൈവ് ചെയ്യുന്നത് മെസ്സി എന്നുള്ളൊരു ഇമോഷനാണ്. കാരണം ഇപ്പോൾ ലാസ്റ്റിൽ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ട് റൊമേറോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ഈ കപ്പടിച്ച് കഴിഞ്ഞാൽ 2 വർഷം കൂടി കളിക്കില്ല. അതായത് അവർ മെസ്സിക്ക് വേണ്ടി കളിക്കുന്നതാണ്. ആ മെസ്സി എന്നുള്ളൊരു ഇമോഷൻ അവരെ ഡ്രൈവ് ചെയ്യുന്നതാണ്. ആ ഒരു ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ, നമ്മൾ ഒരു ഫാമിലി എന്ന നിലക്കാണ് അവരുടെ എല്ലാ വിഷ്വലും. ഒരു പ്രശ്നമോ കാര്യങ്ങളോ അതിൻ്റെ ഉള്ളുന്നൊരു നോയ്സ് പോലും പുറത്തോട്ട് കേൾക്കാത്ത രീതിയാണ് ഒരു അർജന്റീന ടീം മെസ്സിക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഇതുവരെയുള്ള ഒരു ജേണി വെച്ചിട്ട് പറയാനുള്ളത്? അതിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഭയങ്കര ഫുട്ബോൾ ഫോളോ ചെയ്യും കേട്ടോ, അമ്മ മെസ്സി ഫാനാണ്. അപ്പം ഞങ്ങളിങ്ങനെ എനിക്ക് തോന്നുന്നു ഈജിപ്റ്റ് 2 ഗോൾ അടിച്ച് ഇങ്ങനെ തോറ്റ് വെക്കുന്ന സമയത്ത് അമ്മേനെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നത്, എന്തായി തോറ്റില്ലേ പോവല്ലേ എന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, എന്നാ വയ്ക്കോ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും 2 അടിച്ച്, ഞാൻ അപ്പോഴും വിചാരിച്ചു 3 അടിച്ച് തിരിച്ച് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2 അടിച്ച് ഷൂട്ട് ഔട്ടിലേക്ക് വല്ലതും പോവായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ വിചാരിക്കുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്ത് ഈ മനുഷ്യനിൽ ഇത്രയും വിശ്വാസം എന്ന് ചോദിക്കുന്ന ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കഴിഞ്ഞൊരു സമയമുണ്ടല്ലോ 2014 ലാസ്റ്റ് ആ സമയത്ത് പുള്ളി ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സീൻ മുതലുള്ള സാധനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 മത്സരങ്ങളിൽ അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ല മൊത്തത്തിൽ ടീമിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2022 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഹീറോയിസത്തിൻ്റെയൊക്കെ ഒരു പീക്ക് എന്ന് പറയുന്ന സാധനം ഇത് പുള്ളി നമ്മുടെ ഉള്ളിൽ കളിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം കളി കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ കളിക്കണവർക്ക് എത്ര ഉണ്ടാവും. അത് ആ സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണെന്ന് പറയുന്നത് പോലത്തെ ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു അത് അർജന്റീനയുടെ ഇപ്പം എല്ലാ മാച്ചിലും പ്രസിഡന്റ് വന്നിരിക്കുന്നുണ്ട്, എത്ര ടീമിൻ്റെ എത്ര പേര് വന്നിരിക്കുന്നുണ്ട്, എല്ലാവരെയും നമ്മൾ എല്ലാ മാച്ചിലും കാണാറില്ല. അത് എനിക്ക് തോന്നുന്നു മറ്റേതിലെ മെസ്സിയുടെ ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ് നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ടീമും ഈ പറയുന്ന പോലെ തന്നെ മെസ്സിക്ക് വേണ്ടി കളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുള്ളി അത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി മാക്സിമം അത്രയും കൊടുക്കുക എന്നുള്ളൊരു സാധനം തന്നെയാണ്. എന്നാൽ അതിനുള്ളൊരു മുതലും ഉണ്ടാ അതാണ് ആ സാധനം. ഇപ്പോൾ നമ്മൾ യമാലിനെ പറ്റി പറയുമ്പോൾ യമാൽ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പം എല്ലാവരും പ്രതീക്ഷിച്ചത് സ്പെയിൻ്റെ ഒരു മെയിൻ മാൻ, അതായത് ഇപ്പം എങ്ങനെയാണോ റൊണാൾഡോ പോർച്ചുഗലിന്, മെസ്സി എങ്ങനെയാണോ അർജന്റീന, അതുപോലെ ആയിരിക്കും യമാൽ എന്ന പ്രതീക്ഷ. പക്ഷേ സ്പെയിൻ അതൊക്കെ മാറ്റി നിർത്തി ഒരു ടീം ഗെയിമാണ് കളിക്കുന്നത്. യമാലിന് അതിൽ ഈക്വൽ റോളാണ് വരുന്നത്. അപ്പോൾ അതൊരു പക്ഷേ യമാലിൻ്റെ ഒരു പ്രഷർ റിലീസ് ചെയ്യുന്നുണ്ട്, യമാലിന് കുറച്ചുകൂടി ഫ്രീ ആവാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഏറെക്കുറെ ഞാനത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഒരു കാര്യം അത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൊത്തം അത് ആ 90 മിനിറ്റ് ലാസ്റ്റ് വിസിലടിക്കുന്ന സമയം വരേക്കും അവർ ടീമായിട്ട് തന്നെ കളിക്കുന്നുണ്ടാവും. അതിപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾക്കൊരു മിസ്റ്റേക്ക് വരുമ്പോഴേക്കും അപ്പോഴേക്കും സപ്പോർട്ടിന് വേറൊരാൾ അവിടെ ബാക്കിലുണ്ടാവും. അതാണ് ഒരു ടീമിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. പലപ്പോഴും പല ടീമുകൾക്കും ഇല്ലാതെ പോയതും സ്പെയിനുള്ളതും അത് തന്നെയാണ്. ആൻഡ് അത് യമാലിനൊരു പരിധി വരേക്കും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 19-ാം വയസ്സിൽ വേൾഡ് കപ്പിൽ വരുമ്പോഴേക്കും ഇത്രയും പ്രഷറുള്ള വേറൊരു 19 വയസ്സുകാരൻ വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടീം സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആൻഡ് അത് കോച്ചിൻ്റെ ഒരു ടാക്ടിക്സ്. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു അണ്ടർ 18 മുതലേ ഇവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് മുതലേ ഇവർക്ക് അറിയാം പുള്ളിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാം. ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മെസ്സിൻ്റെ ആൾക്കാർ പറയും മെസ്സിക്ക് 19 വയസ്സിൽ ആദ്യം വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഈ പ്രഷർ ഇല്ല. കാരണം അന്ന് റിക്വൽമീനെ പോലത്തെ ബാറ്റിസ്റ്റൂഡിനെ പോലത്തെ താരങ്ങളുണ്ട്. അന്ന് വെറും ഒരു ടീനേജർ, ഒരു വണ്ടർ കിഡേ ഉള്ളൂ. പക്ഷേ യമാല് മെയിൻ മാൻ ആയിട്ടാണ് അന്ന് വണ്ടർ കിഡ് ആവുമായിരിക്കാം എന്നുള്ളൊരു സംശയം ഇപ്പോൾ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പെയിൻ്റെ ടീം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് യമാലിനെ സപ്പോർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇപ്പം
പുള്ളി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബിലൊക്കെ ചില സമയത്ത് പെർഫോം ചെയ്യാതെ വരുമ്പോൾ പുള്ളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമുക്ക് കാണാം. അത് ചിലപ്പോൾ പോയിട്ട് ഇടിക്കൽ, ഒരു മാന്തൽ, കുത്തൽ, ഈ സാധനങ്ങളെല്ലാം വരും. പക്ഷെ അതൊന്നും അത്രയൊന്നും ഇപ്പോൾ നമുക്ക് ഈ വേൾഡ് കപ്പിൽ കാണാൻ പറ്റുന്നില്ല. ഈ വേൾഡ് കപ്പിൽ ഞാൻ ശ്രദ്ധിച്ചൊരു മാൻ ഓഫ് ദ മാച്ച് ചില മത്സരത്തിൽ കിട്ടും. ഇപ്പോൾ ഗോൾ ഉണ്ടാവില്ല, അസിസ്റ്റ്, പക്ഷെ ആ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന് അവാർഡ് കിട്ടും. പക്ഷെ അവാർഡ് വാങ്ങുമ്പോഴും പുള്ളി തൃപ്തനല്ല. നമുക്ക് ആ ഒരു എമാലി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും കണ്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്കോർ ഷീറ്റിൽ പേര് വരിക എന്നുള്ളതാണ് ഒരു അറ്റാക്കറിന്റെ പ്രധാന റോൾ എന്നുള്ളത്. പക്ഷെ അത് പറ്റാത്തതിന്റെ വിഷമം കഴിഞ്ഞ ഏതൊരു മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും ബെഞ്ചിലിരുന്ന് ഇതേ ഒരു ഇമോഷനാണ്. കാരണം അല്ല, പുള്ളി ഒരു ഫൈറ്ററാണ്. പുള്ളി എപ്പോഴും നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ 2 പ്രാവശ്യമൊക്കെ പുള്ളിക്ക് ബീറ്റണായി എന്ന് വിചാരിക്കുക, പുള്ളി അടുത്ത എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് അതിനെ ബീറ്റ് ചെയ്ത് കയറി പോകാൻ നോക്കാറുണ്ട്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ അസിസ്റ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗോൾ സ്കോറിംഗ് ലിസ്റ്റിലോ വരാതെ വരുമ്പോൾ പുള്ളിക്ക് ഉള്ളിലുണ്ടാവും. പിന്നെ 19 വയസ്സല്ലേ, സ്വാഭാവികമായിട്ടും ആ സ്പിരിറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഈ 19-18 വയസ്സിൽ, ഈ 18 വയസ്സിലൊക്കെ യമാൽ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റ്സ്, യമാൽ നടത്തുന്ന കുറേ സെലിബ്രേഷൻസ് ഒക്കെ പ്രത്യേകിച്ച് റൈവൽ ഫാൻസിന് ഭയങ്കര ഒരു ടാർഗറ്റഡ് ആയിരുന്നു. അതായത് യമാലിനെ ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ അവർ കാത്തിരിക്കേനി. യമാലിന്റെ അഹങ്കാരമാണ്, അതായത് ഇത് ഈ അൻസു ഫാറ്റി ആണെന്ന് പറയുന്നതിന് വായ്ത്താളമായിരുന്നു ഒരു പ്രധാന. പക്ഷെ ഇപ്പോൾ ഒക്കെ യമാൽ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് പലതും ഭയങ്കരമായിട്ട് മെച്ചുവേർഡ് ആണ്. അതൊരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു PR മോഡാണോ, എന്താണ് അതിന്റെ സാധനം? ഇത് 2 രീതിയിൽ എടുക്കാം. കാര്യം എന്താണെന്നറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നും സാധനം പറഞ്ഞിട്ട് നേഷൻസ് ലീഗ് അടിച്ചായിരുന്നെങ്കിൽ യമാൽ ഒന്നും അടിപൊളിയായേനെ. കാരണം പറഞ്ഞ മാസ് കറക്റ്റ് ആയേനെ. അന്ന് തോറ്റുപോയി, ഇന്ന് ജയിച്ചു പോയി എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഇത് പിന്നെ വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമാലിന്റെ ആ പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ആൾക്കാർക്കിടയിലുള്ള പെർസ്പെക്റ്റീവ് മാറാനൊരു വലിയ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന്റെ ആ മാച്ച് കഴിഞ്ഞിട്ട് റൊണാൾഡോയെ കെയർ ചെയ്തൊരു രീതിയുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതെല്ലാവരിലും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ടീം കാണിക്കാത്ത സമയത്ത് യമാൽ കാണിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവനെയാണല്ലോ ഈശ്വര ഇത്രയും നാള് കുറ്റം പറഞ്ഞത് എന്നുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഇപ്പം എനിക്ക് മുമ്പ് മുതലേ സ്ലാറ്റൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് നമുക്ക് ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പം എനിക്ക് റൊണാൾഡോയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പുള്ളി ഏത് മാച്ചിനെയും നമുക്കിപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർ ഭയങ്കര അടിപൊളി ടീമാണ്, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് ഗ്രൗണ്ടിലും കാണിക്കും. എന്നാൽ അതേസമയം നമ്മൾ നമുക്ക് ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഉള്ളത്, ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും ഒരു പരിധിവരെയൊക്കെ അത് വേണം. ആൻഡ് യമാലിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചോർഡെന്നല്ല, ഇപ്പം ഇതെല്ലാം കറക്റ്റ് പുള്ളിയുടെ കാറ്റാണ്. പുള്ളിക്ക് ആ ഒരു ഇതിൽ പോണോണ്ട് അങ്ങനെ തോന്നുന്നുള്ളൂ. ഇതൊന്ന് തിരിയട്ടെ, ഇതൊക്കെ മാറട്ടെ, ക്ലബ്ബൊന്ന് വരട്ടെ, എപ്പം കാണാം അപ്പോൾ എല്ലാം മാറും. അപ്പോൾ നമ്മളെ ഈ വേൾഡ് കപ്പിലെ നമ്മൾ പറഞ്ഞു പ്രഷറൊന്നും ഇല്ലാതെ അർജന്റീന ഫാൻസ് കാണുന്നൊരു വേൾഡ് കപ്പാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. എന്നിരുന്നാലും ഓരോ മത്സരവും അതിൻ്റേതായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആസ് എ ഫാൻ ഏറ്റവും എൻ്റർടൈൻ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഒരു പീക്ക് തന്നൊരു മത്സരം എന്ന് പറയുന്നത് ഏതായിരിക്കും? എനിക്ക് ഈജിപ്തിൻ്റെ മാച്ചായിരുന്നു. കാരണം ഞാനതൊരിക്കലും കാരണം ഈജിപ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 70 മിനിറ്റ് വരെയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ കാര്യങ്ങൾ അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ ആ 2 ഗോൾ അവർക്ക് തിരിച്ചു കിട്ടിയതും അവരാകെ മെൻ്റലി കയ്യിൽ നിന്ന് പോയി. അതാണ് അവർക്ക് പറ്റിപ്പോയത്. അതാണ് അർജന്റീന എപ്പോഴും എല്ലാവർക്കും ഇട്ട് കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അർജന്റീന വന്നൊരു കൊട്ട് തരും. അതിലവർ മറ്റേതിൽ പറയില്ല, നമ്മളെല്ലാം ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ വന്നിട്ട് നമ്മുടെ ആ ധൈര്യത്തെ മുഴുവൻ അടിച്ച് നശിപ്പിച്ചിട്ട് പോയി കളയും. ആൻഡ് അതിൽ എനിക്ക് എൻ്റെ ഏറ്റവും പീക്ക് സാധനം ഈജിപ്തിൻ്റെ മാച്ചായിരുന്നു. എൻ്റെ അമ്മ മെസ്സിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ്, നമ്മൾ ഓരോ കളിയിലും ഓരോ ടൈപ്പ് പെർഫോമൻസ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു മീമാണ്, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പയെ പോലെയായിരുന്നു, അതവിടെ ഗോൾ അടിച്ച് കൂട്ടായിരുന്നു, എംബാപ്പയോടെ ഒരു കോമ്പറ്റീഷൻ. പക്ഷേ നോക്കൗട്ടിലേക്ക് വന്നപ്പോൾ മെസ്സി ഒലീസയുമായ കോമ്പറ്റീഷൻ, അതായത് എനിക്ക് അസിസ്റ്റും കൂടെ വേണം, ആ റെക്കോർഡും കൂടെ വേണം എന്നുള്ള രീതിയിലാണ്. അപ്പം അത്തരത്തിൽ മെസ്സിയുടെ ഓരോ മത്സരത്തിലും ഓരോ ടൈപ്പ് പെർഫോമൻസ്. ഫസ്റ്റ് മാച്ച് ഒരു ഹാട്രിക് ആണ്, 2ാം മാച്ച് ഒരു ഡബിൾ ആണ്, അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ സബ്ബായിട്ട് ഇറങ്ങിയൊരു ഗോളാണ്. അപ്പം മെസ്സിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു ബെസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഒരു ഫേവറേറ്റ് സാധനം ഈ ഒരു വേൾഡ് കപ്പിൽ? മെസ്സിയുടെ ഗോളല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിനെതിരെയുള്ള പെർഫോമൻസാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെസ്സി കുറച്ചും കൂടെ ഇറങ്ങി വന്നും കൂടെ കളിച്ചത് ഇംഗ്ലണ്ടിനെതിരെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു റൈറ്റിലേക്കൊക്കെ മാറി കളിച്ച്, അതായത് പുള്ളിക്ക് നല്ല വർക്ക് എടുക്കേണ്ടതായിട്ട് വന്നു ഇംഗ്ലണ്ടിനെതിരെ. ആൻഡ് ആ 2 അസിസ്റ്റും ഉണ്ടല്ലോ, അത് ഗംഭീര അസിസ്റ്റുകളാണ്. ഇതേ സാധനം ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മെസ്സി തന്നെയാണ് എൻസോയ്ക്ക് കൊടുത്തിട്ട് എൻസോ നെതർലൻഡ്സിനെതിരെ അടിച്ചിട്ട് അത് പോസ്റ്റ് സാധനമുണ്ട്. അതിന്റെ ശരിക്കും അതേ സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ വീണ്ടും പൊതി വരും. കാര്യം എന്ന് വെച്ചാൽ അന്ന് അത് കയറേണ്ട സാധനമായിരുന്നു. അന്ന് കയറിയിരുന്നെങ്കിൽ 2-2 നിൽക്കുന്ന സമയത്ത് എന്തോ ആണ് ആ ഒരു ഷോട്ട് പോസ്റ്റിൽ അടിച്ച് പോകുന്നത്. അന്നായിരുന്നു 3-2 ജയിച്ച് മറ്റേ പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോകില്ലായിരുന്നു. അതേ സാധനം ഇവിടെ ഇംഗ്ലണ്ടിനെതിരെ അതേ അസിസ്റ്റ് കൊടുക്കാൻ പറ്റി.
ആൻഡ് പിന്നത്തത് മറ്റേ നമ്മുടെ ലൗതാരോ മാർട്ടിനസ് മാർട്ടിൻസിന് കൊടുത്തുള്ള ആ ഹെഡർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും ഓൾമോസ്റ്റ് ഒരു 6 ഫീറ്റ് ഹൈറ്റ് ഉള്ളവരാണ്. അവരുടെ അവിടെ കൂടെ അത് ആ ബോൾ എടുത്ത് പോയിട്ട് ആ കൊടുക്കൽ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വേറൊന്നും ചെയ്യാനില്ല, ചാടുക നീ തലവെക്കുക ഫിനിഷ് ചെയ്യാന്നുള്ളത് അല്ല. മാത്രമേ 7 പ്ലേയേഴ്സ്, അതായത് മെസ്സിയെ ബ്ലോക്ക് ചെയ്യാൻ വന്ന 2 പ്ലേയേഴ്സ് അടക്കം 7 ആളുകൾക്ക് മേലുള്ള ഒരു ബോൾ എയർപ്ലെയിൻ ഒക്കെ പോകുമ്പോൾ കറക്റ്റ് ഒരേ ലെങ്ത് മീറ്റർ പിടിച്ചിട്ട് പോവാ. ഞാനത് ആലോചിക്കുന്നത് കറക്റ്റ് അവിടെ ലൗതാരോ ഉണ്ടാവും എന്നുള്ളതും ആ ബോൾ ഡിപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഒരു മാറ്റം ഉണ്ട് ആ സമയമാകുമ്പോൾ. ഒക്കെ എനിക്ക് തോന്നുന്നു അതൊന്നും വേറെ ആരെക്കൊണ്ടും എടുക്കില്ല. ഒരു കടുകുമണി വ്യത്യാസം പോയി ജോൺസ് ക്ലിയർ ചെയ്യുന്ന ബോളാണ്. അതൊരു പ്രിസിഷൻ, അതൊരു കാൽക്കുലേഷൻ ആണ്. കാരണം അവിടെ ലൗതാരോ മാർട്ടിനസ് ഈ ഹൈറ്റിലേക്ക് ആ ടൈം കൊണ്ട് എത്തും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ പോകുന്ന ബോളാണ്. നമ്മൾ സ്പെയിൻ്റെ കാര്യം കൂടി പറയാം. അപ്പോൾ ഈ സ്പെയിൻ മാച്ചസിൽ ഫസ്റ്റ് മാച്ച് ക്യാബോ വെർഡെ സമനില അടങ്ങിയപ്പോൾ ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു. അതായത് ഈ ടീം വെച്ചാണോ ഇവർ ഫൈനലിലേക്ക് വരുന്നത്, ഈ ടീം എവിടെ എത്താൻ പോകുന്നില്ല. മുമ്പ് മറ്റേ വാൻഡസാറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ഹൈപ്പ് ചെയ്തിട്ട് ഒരു പക്ഷേ തോൽക്കാൻ പോകുന്ന ഒരു ടീം സ്പെയിൻ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ആളുകൾ അതൊക്കെ കോട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് സ്പെയിൻ്റെ ഒരു ജേർണി ഉണ്ട്. ഓരോ മാച്ചിലും ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഓരോ മാച്ചിലും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ആൻഡ് ഫ്രാൻസിനെതിരെ സെമി ഫൈനലിൽ ഔട്ട് ക്ലാസ് ചെയ്യാന്ന് പറയില്ല, അതായത് ഒരു നിലക്കും അതായത് ഫ്രാൻസ് അതുവരെ കെട്ടിപ്പടുത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ കല്ല് കൂടി വെക്കാനുള്ള സമയത്ത് അടിവേരടക്കം പൊളിച്ചിടുക എന്നുള്ള രീതി. അപ്പം ഏറ്റവും നന്നായി സ്പെയിൻ കളിച്ച് എനിക്ക് പേഴ്സണലി ആ ഒരു മാച്ചായിരുന്നു. അതിലപ്പുറത്തേക്ക് ഏറ്റവും നന്നായി സ്പെയിൻ്റെ ഒരു ടീം ഗെയിം കണ്ട മാച്ച് ഏതായിരുന്നു? ഇത് തന്നെയാണ് ഫ്രാൻസിനെതിരെയുള്ള മത്സരമായിരിക്കും. ഫ്രാൻസിനെതിരെയുള്ള. പക്ഷെ ഞാൻ സ്പെയിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ക്യാപ്പോ വെർഡെയുടെ കാര്യത്തിൽ എല്ലാവരും പറയുമ്പോഴായാലും ക്യാപ്പോ വെർഡെയുടെ കാര്യത്തിൽ മാത്രമാണ് അവർ, എനിക്ക് തോന്നുന്നത് അവരുടെ പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോയൊരു മാച്ച് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നണേ. ബാക്കിയെല്ലാം അവരെല്ലാ ടീമിനെയും അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ ആക്ച്വലി ആദ്യമേ അവർക്ക് അറ്റാക്കിങ്ങിലേക്ക് പോകുമായിരുന്നു, ബോൾ കുറേയും കൂടെ കൺട്രോളിൽ വെക്കാമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അത് വെച്ചിരുന്ന് ഇനി പോർച്ചുഗലിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സമയം നോക്കി കറക്റ്റായിട്ട് അടിച്ച് നശിപ്പിക്കുക എന്ന് പറയില്ലേ, ആ സാധനം ചെയ്ത് അത് എല്ലാ മാച്ചിലും എടുത്ത് നോക്കിയാൽ സ്പെയിൻ ഓരോ ടീമിനെതിരെ കളിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ഇമ്പ്രൂവ് ചെയ്യുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഓപ്പോണൻ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് സ്പെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്പെയിൻ്റെ ഈ പ്രാവശ്യത്തെ മൊത്തം ടൂർണമെൻറ്റും അടിപൊളിയായിട്ട് തോന്നുന്നു. അതിൽ എനിക്ക് ഇന്നതൊന്നും എടുത്തു പറയാനൊന്നുമില്ല. കാരണം ഉറുഗ്വേ ആയിട്ടുള്ള മാച്ചിലാണെങ്കിലും ഞാൻ ഒരു പരിധി വരെ ആ ഗോളിനെ എല്ലാവരും കുറച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് ഗംഭീര സാധനം തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറ്റത്തിൽ വേണമെങ്കിൽ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ടൂർണമെൻറ്റിൽ സ്പെയിൻ്റെ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിനെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരേക്കും വരുന്ന ഫ്രാൻസ് എങ്ങനെ വരണേ, ആരുണ്ട് ഞങ്ങളെ തടയാൻ, വരുന്നവരൊക്കെ ആരുണ്ട്, ആർക്കും ഞങ്ങളെ തടയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് ഫ്രാൻസ് വരുന്നത്. ആ ഫ്രാൻസിനെ ഒന്നും അല്ലാതെ ആക്കി വിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 2026 എന്ന് പറയുന്നതിലെ ഓരോ മത്സരങ്ങളും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ബെറ്റർ ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫൈനലിലേക്ക് പോകുമ്പം ഈ 2 ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര റണ്ണ് നടത്തി വരുന്ന അർഹിച്ച 2 ഫൈനലിസ്റ്റുകളാണ്. അതിലുപരി വേൾഡ് റാങ്കിങ് 1 and 2 ആണ്. അപ്പം രണ്ടുപേരും ഏറ്റുമുട്ടുമ്പം എന്താണ് എക്സ്പെക്ടേഷൻസ്, എന്തായിരിക്കും ഒരു സ്കോർ ലൈൻ, ഒരു പ്രഡിക്ഷൻ പോലെ നമുക്ക് പറഞ്ഞു പോകണമെങ്കിൽ എന്താവാനാണ് ഒരു മാച്ചിൻ്റെ ഒരു സാധ്യതകൾ? അല്ല, ഞാൻ ഇതിനൊക്കെ മുമ്പ് തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നത് സ്പെയിൻ വേൾഡ് കപ്പ് അടിക്കും എന്നുള്ള കാര്യമായിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ നിന്ന് ആരെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെയിനിനെ സാധ്യതയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നത് അർജന്റീനയോ ബ്രസീലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് ഇപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ എനിക്ക് മെസ്സിക്ക് ഒരു നല്ല ഫെയർവെൽ ലാസ്റ്റ് ഡാൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്ത് ലിഫ്റ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഞാനതൊക്കെ ഞാൻ കരയും ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാ സാധനങ്ങളും കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും അത് കാണണമെന്ന് വെച്ചാൽ അഹങ്കാരമായി പോകും. 2 എണ്ണമൊക്കെ നമുക്ക് വേണമല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ സാധനമായി പോകും. പക്ഷേ ഇപ്പം ഞാനതാ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യമാൽ ആയിക്കോട്ടെ, കുബാർസി ആയിക്കോട്ടെ, സ്പെയിൻ്റെ ആ നിരം മുഴുവനും ഒരു വേൾഡ് കപ്പ് ഡിസേർവ് ചെയ്യുന്നൊരു നിരയാണ്. കാരണം അവർ എനിക്ക് തോന്നുന്നു യൂറോ അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നേഷൻസ് ലീഗിലായാലും ആ ലാസ്റ്റ് അത് നേഷൻസ് ലീഗ് ആയതുകൊണ്ട് മാത്രമാണ് അവർ അത്രയും ലൈറ്റായിട്ട് എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതും അടിക്കേണ്ട ഒരു ടീം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴായാലും അവർ 110% ഡിസേർവിങ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അടിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതാണ് വേറൊരു പ്രശ്നം. പുറത്ത് അർജന്റീന ആണെന്നുണ്ടെങ്കിലും മെസ്സിക്ക് ഇതിനേക്കാളും നല്ലൊരു ഫെയർവെൽ കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാച്ച് ഡിസൈഡ് ചെയ്യട്ടെ, അല്ലാതെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല അതിനകത്ത്. കാര്യം രണ്ടായാലും എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ചെറിയ വിഷമം സ്വാഭാവികമായിട്ടും മെസ്സിക്ക് ഇല്ലാത്തപ്പോൾ വരും, അതങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നോക്കാം.